ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും മലയാളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് 57 ലക്ഷത്തിന് മുകളിലുള്ള പ്രേക്ഷകരെയാണ് തിയേറ്ററുകളിലേക്ക് കയറ്റിവിട്ടത്. കഴിഞ്ഞ 2 മാസമായിട്ട് മോഹൻലാൽ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിച്ച ആളുകളുടെ എണ്ണം 1,20,00,000 ആളുകൾക്ക് മുകളിലാണ്. അതായത് ഏകദേശം നമ്മുടെ ജനസംഖ്യയുടെ 1/3 എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്നത്ര എത്തിയെന്നുള്ള അല്ലാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെയും അങ്ങനെയുള്ള ഏതാനും ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു തിയേറ്ററിലേക്ക് ഇത്രത്തോളം പ്രേക്ഷകരെ കയറ്റണമെങ്കിൽ അത് ഏത് റേഞ്ച് ആയിരിക്കുമെന്ന് നമുക്കറിയാം. 100 കോടിയിലേക്ക് എത്തുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമയെങ്കിൽ. ട്രാക്കേഴ്സ് പറയുന്നു 58 ലക്ഷത്തോളം ജനങ്ങൾ, അതായത് 58 ലക്ഷം ജനങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് ട്രാക്കേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം 65 ലക്ഷത്തിനൊക്കെ മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകാം എന്നുള്ളത്. കാരണം ഇന്നും ട്രാക്കേഴ്സ് പറയുന്നത് 91 ലക്ഷം രൂപ 1 കോടിയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 99 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇതുവരെ നിൽക്കുന്നത്. ഇനിയും നമുക്ക് ആ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. ഇനിയും UK അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബോക്സ് ഓഫീസിൽ നിന്ന് 17 ദിനം കൊണ്ട് സിനിമ നേടിയ ഒരു കളക്ഷനൊക്കെ ആദ്യം നോക്കാം. UK നിന്ന് $7,17,956 നമുക്ക് സിനിമ നേടിയിരിക്കുന്നത്. അയർലാൻഡിൽ നിന്ന് 1,69,000 മുകളിലുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അത് ടോട്ടൽ 8,85,000 മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. മൊത്തം 1.7 മില്യനാണ് UK അയർലാൻഡിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയത്. വലിയ ഒരു റെക്കോർഡ് കളക്ഷൻ എന്ന് തന്നെ പറയാം. വമ്പൻ വിജയവുമാണ് അവിടെ കാണാൻ കഴിയുന്നത്. തുടരും മിഡിൽ ഈസ്റ്റിലെ 17 ദിനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ UAE നിന്ന് $4.52 മില്യൺ നേടിയിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് $0.47 മില്യൺ, GCCയിൽ നിന്ന് $1.57 മില്യൺ. മൂന്നാമത്തെ വീക്കെൻഡിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് $510K എന്നുള്ളത് തന്നെയാണ്. ടോട്ടൽ 17 ദിവസം കൊണ്ട് $6.56 മില്യൺ സിനിമ നേടിയിരിക്കുന്നത്. അതായത് സെൻസേഷണൽ എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ പറയാനുള്ളത്. ഇനിയും UAE തന്നെ ഫുട്ഫോൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് തന്നെയാണ്. 26,354 ആളുകളാണ് കഴിഞ്ഞ ദിവസം സിനിമ കാണാനെത്തിയത്. അതായത് 17 ദിവസം കൊണ്ട് 3,92,499 ആളുകളാണ് UAE മാത്രമായിട്ട് ടിക്കറ്റ് എടുത്തുന്നത്. അതായത് എമ്പുരാൻ്റെ തൊട്ട് പിറകെ നിൽക്കുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡുകൾ തൂക്കുമ്പോഴും ഇന്ന് 18ാം ദിനവും സിനിമ തൂക്കുന്നത് പുതിയ ചരിത്രം തന്നെയാണ്. ഓരോ ദിവസവും റെക്കോർഡുകൾ കൂട്ടി ഈ സിനിമ കൊണ്ടുപോകുന്നു. ഇന്ന് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ കഴിയുന്നത് 4,000 മുകളിലുള്ള ടിക്കറ്റുകൾ. ആദ്യ വാരമോ 2ാം വാരവുമല്ല, 3ാം വാരത്തിലെ ഒരു വർക്കിംഗ് ഡേയിലാണ് സിനിമ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം മികച്ച രീതിയിലുള്ള ബുക്കിങ്ങിലൂടെ. ഇനി തുടരും ബുക്ക് മൈ ഷോയിലെ ഡീറ്റെയിൽഡ് സെയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വരെ, അതായത് 11ാം തീയതി വരെ, ഇന്നലെ വരെ ഉള്ളതിലേക്ക് നോക്കാം. പ്രീ സെയിലിലൂടെ സിനിമ 23, 24 തീയതികളിലേക്ക് കടക്കുകയാണെങ്കിൽ 63,000 ടിക്കറ്റുകളാണ് പ്രീ സെയിലിലൂടെ ആദ്യ ദിനം വിറ്റുപോയതെങ്കിൽ 2ാം ദിവസം 56,000. അതായത് നമ്മൾ വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല സിനിമയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞൻ സിനിമ എന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ ആദ്യ മണിക്കൂറുകളിലെ അഭിപ്രായത്തിന് ശേഷം 25ാം തീയതി ഏപ്രിലിൽ 428, അതായത് 4,28,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് ആദ്യ ദിനം സിനിമ വിറ്റുപോയതെങ്കിൽ 2ാം ദിനം 4,34,000-ലേക്കും 3ാം ദിനം 3,25,000-ലേക്കും എത്തി റെക്കോർഡ് തൂക്കിയെന്ന് തന്നെ പറയാം. 28ാം തീയതി ഏപ്രിലിൽ 2,86,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ അടുത്ത ദിവസമായ 5ാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത് 267K ടിക്കറ്റ്സാണ് വിറ്റുപോയിരിക്കുന്നത്. 2,90,000 ടിക്കറ്റുകൾ 30ാം തീയതി വിറ്റുപോയപ്പോൾ മെയ് ദിനത്തിൻ്റെ അന്ന് 2,58,000-ഉം അതേപോലെ തന്നെ 2ാം തീയതി നമുക്ക് 2,16,000-ഉമാണ് ടിക്കറ്റുകൾ വിറ്റുപോയത്. 3ാം തീയതി മെയ് 3-ന് 2,14,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,90,000 ടിക്കറ്റും 1,68,000 ടിക്കറ്റുമാണ് മെയ് 4-ഉം 5-ലും വിറ്റുപോയത്. മെയ് 6-ൽ ഒരു ഇടിവുണ്ടായി, 1,40,000-ഓളം ടിക്കറ്റ്. അതിലും വലിയ ഇടിവാണ് പിന്നീടുള്ള 2 ദിവസങ്ങളിൽ വന്നത്. 1,18,000 ടിക്കറ്റും 1,16,000 ടിക്കറ്റും 7ാം തീയതിയും 8ാം തീയതിയും. പിന്നീട് അവിടുന്ന് കുതിച്ചു വരുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമയുടെ 9ാം ദിവസം 1,20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 10ാം ദിവസം സിനിമ വിറ്റുപോയത് 1,36,000-ന് മുകളിലാണെങ്കിൽ 11ാം ദിനം സിനിമ 1,15,000-ന് മുകളിലാണ് ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് അമ്മാതിരി ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിലൂടെ പോയതായിട്ട് സിനിമ കാണിക്കുന്നത്. അതായത് 4 ലക്ഷം നമുക്ക് ആ റേഞ്ചിൽ, അതായത് ഒരു രക്ഷയുമില്ലാത്ത കൊടൂരമായിട്ടുള്ള ആ ഒരു രീതി. അതായത് 3ാമത്തെ ഞായറാഴ്ച നമുക്ക് 115K ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. ഇതിനോടകം 200 കോടിയും കടന്ന സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7ാം ദിനത്തിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറെക്കുറെ 5 കോടിക്ക് അടുത്ത് നേടിയെങ്കിൽ വേൾഡ് വൈഡായിട്ട് 7 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയത്. അങ്ങനെ 202 അതായത്
202 കോടിയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയത്. വേൾഡ് വൈഡ് ഷെയർ മാത്രമായിട്ട് 85 കോടിയോളം സിനിമ നേടിയിരിക്കുന്നു. 115 കോടിയിലേക്ക് സിനിമ ഷെയർ ആണ് എമ്പുരാന് വന്നതായിട്ട് അറിയാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ മുകളിലേക്ക് ആളിക്കത്തിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിൽ സിനിമ ഇന്നലെ വിറ്റുപോയത് 42,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു. അതായത് 16-ാം തീയതിയാണ്, 17-ാം തീയതി അല്ല, 16-ാം ദിവസത്തെ ഒരാണ്. 17-ാം ദിവസത്തെ നമുക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ ഓരോ നിമിഷവും കുതിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതോടെ സിനിമ 200 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതും 215 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ കേരളത്തിൽ നിന്ന് 100 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത് പ്രതീക്ഷ മാത്രമല്ല, ഏകദേശം 99 കോടി കഴിഞ്ഞ സിനിമ ഒരുപക്ഷെ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് തന്നെ 100 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾക്കായി. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ 3-4 തവണ കണ്ടവരാരൊക്കെയാണ്, ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.